പരമാവധി ആ ചെങ്ങാനാണ്ട് ഊഞ്ചണം. അത്രയും പൈസ എണ്ണിയെടുക്കണം ഇവിടെ. അത് നടക്കും. എന്താ സാഫിയ കൊറേ പൈസ ഉണ്ടല്ലോ, എന്തെങ്കിലും ലോട്ടറി അടിച്ചോ? എന്താ ഇത്ര സ്പീഡ് വേണേ? മുണ്ടല് ഇതാണ് കച്ചട്ടെ. ഇതേ ഒരു തീരുമാനമാക്കാണ്ട്. എന്നാ പറയാ ചേട്ടാ. അല്ല ഇങ്ങനെ എണ്ണി കഴിഞ്ഞാൽ പയക്കൂലേ? ഇത്ര സ്പീഡ് എണ്ണി കഴിഞ്ഞാല് എവിടെ പയക്കണോ? ആ ചെങ്ങായി ഇതിൽ വരുന്നുണ്ടേ. ആര്? ആ ചാനലായിരുന്നോ? അത് വെറുതെയാണ്. ആ ചങ്ങായി ഇപ്പൊ ഓൻ സ്വന്തം കമ്പനിക്കാരനാണേ. ഓ പൈസ കൊടുത്ത ഓന്റെ പൈസ ബാക്കി ഇങ്ങനെ തിരിച്ചു വാങ്ങും. ആവുന്നല്ല ആസടാക്കെ വെറുതെ പറയാ. പൈസ എന്റെ ചങ്ങായി കിട്ടിക്കണല്ലോ. ഓനൊക്കെ പൈസ കിട്ടിയതാ. ഞാൻ അത് എത്രത്തോളം എണ്ണാൻ പറ്റും, ഓൻ എത്രത്തോളം മുടിപ്പിച്ചാൻ പറ്റും അത്രത്തോളം മുടിപ്പിച്ചാണ് നമ്മളെ ലക്ഷ്യം. സാഫി ഇതൊക്കെ നടക്കും സാഫി. അനക്ക് തീരെ കഥല്ലേ? അതിപ്പോ കൊറേ നേരമായാലും ഈ പൈസ ഇങ്ങനെ കാണിക്കും. ഞാൻ എന്നെ കിട്ടി നമുക്ക് കിട്ടിയ പൈസ കിട്ടിയ പൊളിക്കൂലൊന്നുമില്ല. ഇപ്പഴാ നിങ്ങക്ക് ബുദ്ധി വന്നത് കേട്ടോ. ആ ഇങ്ങനെ എണ്ണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒലക്ക ഇട്ട് വന്നേക്കുന്നത് ഇട്ട് കാട്ടിക്കണി. അങ്ങനെയല്ല ആസേട്ടാ ഇണ്ടതാ. ഇങ്ങനെയാണ് ഇത് ഉണ്ട്. അങ്ങനെ പോസ്റ്റ് ഒക്കെ ഇടണോ? പരമാവധി ഓന്റെ കഴിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം? അത്രയും വാങ്ങണം. അതിനാണിത്. ഇത് വൈകുന്നേരം ഓളങ്ങൾ എണ്ണി പഠിച്ച് അപ്പൊ നമുക്കിത് എടുക്കാൻ കഴിയും പൈസ കേട്ടോ. പരമാവധി ഓൻ നിർത്തിയിട്ട് പോണ ഈ പരിപാടി. സാഫിച്ച് കുറച്ച് പൈസ ഞാൻ എണ്ണി പഠിച്ചു. അനക്ക് പോയി എണ്ണി കൊണ്ടല്ലോ. ഞാൻ എണ്ണി പഠിച്ചു കേട്ടത്. നിങ്ങളെ എണ്ണി പഠിച്ചോളേ. ഇതേ പരമാവധി നടക്കുള്ളൂ. നമുക്ക് എന്താ നിങ്ങളെ പണിക്ക് പോവാതെ പൈസ ഉണ്ടാക്കുക. അതെനിക്കിപ്പോ നടക്കുള്ളൂ. ഇങ്ങനെ എന്തേലൊക്കെ തട്ടിപ്പ് ഇങ്ങനെ വരുന്ന അതിന് നമ്മളെന്ത് ചെയ്യാ? കാത്തു നിൽക്കുക. എന്നിട്ട് ഈ പൈസക്ക് ഒരു കേടും പറ്റരുത്. ഈ പൈസ അതേമാതിരി എടുത്തേക്കാനായിട്ട് ഇറ്റങ്ങളൊക്കെ പൈസ നമ്മളെന്ത് ചെയ്യുക? മാന്തിയാണ് കൂട്ടുക കേട്ടോ. അത് നടക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിച്ച മാതിരി അല്ലത് കേട്ടോ. ഇത്ര സ്പീഡിൽ ഇങ്ങനെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കി ഇങ്ങനെ ഉണ്ട്. അപ്പോഴേ നമുക്ക് ഇതാക്കാൻ കഴിയുള്ളൂ. ഇത് പറഞ്ഞ സംഭവം കേട്ടോ. ഇഞ്ചായി ഉടായ്പ കൊണ്ട് നടന്നെങ്കിൽ തന്നെ ഇപ്പൊ ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇപ്പൊ ജീവിക്കാൻ കഴിയില്ല.